ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ഒരു ഞണ്ട് കറിയാണ്. മൺചട്ടിയിലാണ് ഞാനിന്നത് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിനൊരു നാടൻ രുചിയായിരിക്കും. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഇതൊരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എന്നാൽ നമുക്ക് തുടങ്ങാം. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂവും പട്ടയും 2 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് തേങ്ങ ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകവും ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങാക്കൂട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കടുവും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കടു പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക്, 2 ഉള്ളി ചെറുതായി അരിഞ്ഞത്. ഇത് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഉള്ളി വഴന്നതിന് ശേഷം ചെറുതായി മുറിച്ച ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും 1 സ്പൂൺ ഉപ്പ് എല്ലാം യോജിപ്പിച്ച ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഞണ്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല നാടൻ രുചിയുള്ള ചട്ടിയിൽ വെച്ച ഞണ്ട് കറി ഇവിടെ എല്ലാം സെർവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇതുവരെ ഇത് ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.